തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. അന്വേഷണം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയിൽ വ്യാപക അഴിമതിയെന്ന് പരാതി. UDF അംഗങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വൈറൽ പനിയായ H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന 54-കാരൻ മരിച്ചു. ശ്രീനാരായണപുരം ശംഖുബസാർ കൈതക്കാട്ട് അനിലാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ഇതിനിടയിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. ഇന്നലെ രാവിലെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മേൽപ്പാലത്തിൽ 2 ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുണിയിൽ പൊതിഞ്ഞ് ബാഗിലാക്കി കൊണ്ടുവന്ന് ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ആദ്യം മൃതദേഹം കണ്ടത്. വിശദമായ പരിശോധനയിൽ 2 ദിവസത്തോളം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി വരികയാണ്. അതിനിടെയാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ നിന്ന് രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ ലഭിച്ചത്. ഇതോടെ ഈ വേസ്റ്റ് ബിന്നിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 8 മാസം വളർച്ചയെത്തിയ കുഞ്ഞിനെ പ്രസവിച്ചത് ആശുപത്രിയിലാണെന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ. ഇതോടെ തൃശൂർ നഗരത്തിലെ ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഉപേക്ഷിച്ചതാണോ അതോ ജീവനോടെ ഉപേക്ഷിച്ചതിനു ശേഷം പിന്നീട് മരണപ്പെട്ടതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരൂ എന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയിൽ വ്യാപക അഴിമതിയെന്ന് പരാതി. UDF അംഗങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് UDF പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മുൻ അക്കൗണ്ടന്റ് CPM സഹചാരിയായ ദിവ്യ പ്രസാദ് കുടുംബശ്രീ സ്റ്റേറ്റ് മിഷന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെയാണ് പരാതിയുമായി UDF രംഗത്ത് വന്നിട്ടുള്ളത്. 2023 ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ കൃത്രിമം കാണിക്കുകയും പൊതുപണം വലിയ സംഖ്യ കൈവശപ്പെടുത്തുകയും ചെയ്തതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. ഓണച്ചന്ത സംഘാടക സമിതി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച് 9 മാസത്തിനു ശേഷം സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള 1 ലക്ഷം രൂപ ഇവർ കൈപ്പറ്റിയതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ UDF മെമ്പർമാർ പ്രതിഷേധിച്ചിരുന്നു. അടിക്കടി പഞ്ചായത്തിലെ LDF ഭരണസമിതി നടത്തുന്ന അഴിമതികൾ പുറത്തുവരികയാണ്. മുൻപ് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കെതിരെയും സമാനമായ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് UDF പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്ന് 356 വിവാഹങ്ങൾ. രാവിലെ 4 മണിക്ക് വിവാഹങ്ങൾ തുടങ്ങി. അതേസമയം ബുക്കിംഗ് തുടരുന്നുവെന്നും 400 വിവാഹങ്ങൾ വരെ നടത്താനുള്ള ക്രമീകരണം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കി. ചിങ്ങമാസത്തിലെ ഓണത്തിന് മുൻപുള്ള അവസാന ഞായറാഴ്ചയും ചോതി നക്ഷത്രവും ഒരുമിച്ച് വന്നതിനാലാണ് ഇന്ന് ഇത്രയധികം വിവാഹങ്ങൾ തീരുമാനിച്ചത്. മുൻമന്ത്രി VS സുനിൽകുമാറിന്റെ സഹോദരിയുടെ മകളുടെ വിവാഹമാണ് പുലർച്ചെ നടന്ന വിവാഹങ്ങളിലൊന്ന്. പുലർച്ചെ 6 വരെ 80ഓളം വിവാഹങ്ങൾ നടന്നു. ഓരോ വിവാഹ സംഘത്തിനുമൊപ്പം 4 ഫോട്ടോ വീഡിയോഗ്രാഫർമാർ അടക്കം 24 പേർക്ക് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 150ഓളം പോലീസുകാരെയും 100 ക്ഷേത്രം ജീവനക്കാരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ശയനപ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 6 മണ്ഡപങ്ങളിലായാണ് വിവാഹങ്ങൾ നടക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. ചതുരംഗക്കളത്തിൽ പിഴയ്ക്കാത്ത കരുനീക്കങ്ങളുമായി കല്യാണി സിരിൻ സുവർണ നേട്ടവുമായി മുന്നേറുകയാണ്. കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഈ 14 വയസ്സുകാരി ശ്രീലങ്കയിൽ നടന്ന കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയയായി കഴിഞ്ഞു. അണ്ടർ 20 ഗേൾസ് സ്റ്റാൻഡേർഡ്, അണ്ടർ 20 ഗേൾസ് ബ്ലിറ്റ്സ്, വുമൺസ് റാപ്പിഡ് എന്നീ ഇനങ്ങളിലാണ് കല്യാണി ജേതാവായത്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും
പുല്ലൂറ്റ് നായ്ക്കുളം വട്ടപ്പറമ്പിൽ സരിൻ ധന്യ ദമ്പതികളുടെ മകളുമായ കല്യാണിയുടെ ഫിഡെ റേറ്റിംഗിൽ 2221 ഫിഡെ റേറ്റിംഗ് പ്രകാരം 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ ലോകത്ത് 4ാം സ്ഥാനവും ഇന്ത്യയിൽ 2ാം സ്ഥാനവും കല്യാണിക്കാണ്. വുമൺസ് ഫിഡെ മാസ്റ്റർ പട്ടവും ഇതിനകം കല്യാണി നേടിക്കഴിഞ്ഞു. അയൽവാസിയായ ചേട്ടന്മാർ ചെസ് കളിക്കുന്നത് കണ്ടാണ് കല്യാണിക്ക് കരുനീക്കത്തിൽ താൽപ്പര്യം ജനിച്ചത്. മകളുടെ ഇഷ്ടം കണ്ടറിഞ്ഞ മാതാപിതാക്കൾ പ്രോത്സാഹനവുമായി ഒപ്പം നിന്നതോടെ കല്യാണി ചതുരംഗക്കളിയിൽ പുതിയ താരമായി മാറുകയായിരുന്നു. രഘുനാഥൻ മേനോൻ, EP നിർമ്മൽ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ കല്യാണിയെ കരുനീക്കങ്ങൾ പരിശീലിപ്പിച്ചത്. ഇന്ത്യയുടെ 58ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ GA സ്റ്റാനിയുടെ കീഴിലാണ് നിലവിൽ കല്യാണി പരിശീലിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ കിരീടം സ്വപ്നം കാണുന്ന കല്യാണി പിഴയ്ക്കാത്ത കരുനീക്കങ്ങളിലൂടെ വിജയപാതയിലേക്ക് മുന്നേറുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർമാനും CPI നേതാവുമായിരുന്ന VK ഗോപിയുടെ പൗത്രിയാണ് കല്യാണി സിരി. ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് മാതാപിതാക്കൾ കല്യാണിയെ മത്സരങ്ങൾക്കായി ഒരുക്കുന്നത്. വേണ്ടത്ര പിന്തുണ ലഭിച്ചാൽ കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ ഈ മിടുക്കിക്ക് കഴിയുമെന്നത് ഉറപ്പാണ്. സ്വീകരണമുറിയിലെ ചെസ് ബോർഡിൽ നിന്ന് തുടങ്ങിയ കല്യാണിയുടെ യാത്ര കോമൺവെൽത്തിലെത്തി നിൽക്കുമ്പോൾ അരിഞ്ഞു വീഴ്ത്താൻ കളത്തിൽ കരുക്കൾ ഇനിയും ഏറെയുണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കോമൺവെൽത്ത് കളിക്കാൻ പോണത്. നല്ല സ്ട്രോങ് ഇവൻ്റ് ആയിരുന്നു. അതിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അണ്ടർ 20 ഗേൾസിൽ എനിക്ക് ബ്ലിറ്റ്സിൽ ഫസ്റ്റ് കിട്ടി. അണ്ടർ 20 ക്ലാസിക്കലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ റാപ്പിഡ് പോർഷനിൽ എനിക്ക് വുമൻസിൽ ഫസ്റ്റ് കിട്ടി. നല്ല ഇതായിരുന്നു. എനിക്ക് നല്ല ഗെയിംസ് കളിക്കാൻ പറ്റി. നല്ല സ്ട്രോങ് ഒപ്പോണൻസ് ആയിരുന്നു. അവരെയൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റി. ഒരു മൊത്തത്തിൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സ്റ്റാർട്ട് അത്ര നന്നായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ ഞാൻ തോറ്റു. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് അപ്പോഴും കളികൾ ജയിച്ച് എനിക്ക് സ്ട്രോങ് പ്ലേയേഴ്സിനെ കിട്ടി. ചെറുപ്പത്തിൽ എൻ്റെ നെയ്ബേഴ്സ് കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ തുടങ്ങി. 9ാമത്തെ വയസ്സിലാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. വൈറൽ പനിയായ H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന 54കാരൻ മരിച്ചു. ശ്രീനാരായണപുരത്താണ് സംഭവം. ശ്രീനാരായണപുരം ശംഖുബസർ കൈതക്കാട്ട് അനിലാണ് മരിച്ചത്. പനിയും ചുമയും ബാധിച്ച് ചികിത്സയിലായിരുന്ന അനിലിന് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 24-നാണ് H1N1 സ്ഥിരീകരിച്ചത്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകിട്ടായിരുന്നു മരണം. വയനാടിന് കൈത്താങ്ങായി ബിരിയാണി ചലഞ്ചിലൂടെ AIYF മാള മണ്ഡലം കമ്മിറ്റി സമാഹരിച്ച 7000 രൂപയുടെ ആദ്യഘട്ടം AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ ഏറ്റുവാങ്ങി. AIYF മാള മണ്ഡലം പ്രസിഡന്റ് രമ്യ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറയേരി, കനിഷ്കൻ വല്ലൂർ, VS ഗോപാലകൃഷ്ണൻ, PV അരുൺ, മഹേഷ് മോഹനൻ സുർജിത്ത്, സിജു സുകുമാരൻ, അശ്വതി MS, മണി BN എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് മാള യൂണിറ്റ് അംഗങ്ങൾക്കായി ക്ഷേമനിധി സ്കോളർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. മാള കാർ കെയർ സെന്ററിൽ നടന്ന ക്യാമ്പയിൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ AC ഡേവിസ് ക്ഷേമനിധി കാർഡുകൾ വിതരണം ചെയ്തു. KB അനിൽകുമാർ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി PN സജീവ്, KD ബൈജു എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി കൊമ്പിടിഞ്ഞാമക്കൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ ഉണ്ണിമിശിഹായുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. 1ാം ദിവസം ദിവ്യബലി, ലതിഞ്ഞ്, നൊവേന, കപ്പേള വെഞ്ചിരിപ്പ് എന്നിവ നടന്നു. ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണുകാടൻ കാർമ്മികത്വം വഹിച്ചു. സെപ്റ്റംബർ 15 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ. 13 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയ വികാരി ഫാദർ ടോം മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിക്കും. 15 ഞായറാഴ്ചയാണ് തിരുനാൾ. പൂവത്തുശ്ശേരി മരിയന്തുരുത്ത് തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ആരോഗ്യ മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി തിരുനാൾ പാട്ടുകുർബാന, നേർച്ചയൂട്ട്, പ്രദക്ഷിണം എന്നിവ നടന്നു. തുമ്പൂർ ദേവാലയ വികാരി ഫാദർ സിബു കള്ളപ്പറമ്പിൽ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു.
ഫാദർ ലീച്ചോ കാരുത്തി സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പുത്തഞ്ചിറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ മറിയത്തിന്റെ പിറവി തിരുനാളും റോസ പുണ്യവതിയുടെ ദർശന തിരുനാളും ആഘോഷിച്ചു. ആഘോഷമായ വിശുദ്ധ കുർബാന, സന്ദേശം, പ്രദക്ഷിണം എന്നിവയ്ക്ക് സീറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റേറ്റർ സ്റ്റീഫൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആന്റണി പുതുശ്ശേരി, ഫാദർ എഡ്വിൻ ചക്കാലമറ്റത്ത്, ഫാദർ മെൽഫിൻ ചക്കാലക്കൽ, ഫാദർ എബിൻ പൈനാടത്ത് എന്നിവർ മുഖ്യ കാർമ്മികരായിരുന്നു. പുതുക്കിപ്പണിയുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ നാമധേയത്തിലുള്ള കുഴൂർ തെക്കൻ താണിശ്ശേരി ഇടവക ദേവാലയത്തിന്റെ കട്ടളവെപ്പ് വെഞ്ചിരിപ്പ് കർമ്മം യൂറോപ്യൻ രൂപത മെത്രാൻ ഫാദർ സ്റ്റീഫൻ ചിർപ്പണത്ത് നിർവഹിച്ചു. തിരി തെളിയിക്കുന്നതിനുള്ള ദീപം 215 വാഹനങ്ങളുടെ അകമ്പടിയോടെ അഴീക്കോട് മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിൽ നിന്നും വികാരി ഫാദർ നിവിൻ ആട്ടോക്കാരന്റെ നേതൃത്വത്തിൽ ദീപശിഖയായി എത്തിച്ചു. അപൂർവ സംഗമം തിരുമുക്കളം സംഘടന പ്രവർത്തകരും ഇളന്തിക്കര കീഴുപാടം ബ്രദേഴ്സും സംയുക്തമായി കാരുണ്യത്തിൽ ഓണസമ്മാനം സംഘടിപ്പിച്ചു. ഇളന്തിക്കര ജംഗ്ഷനിൽ നടന്ന യോഗം ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. കീഴുപാടം സദ്ബുദ്ധിമാത പള്ളി വികാരി ഫാദർ ആന്റണി ചില്ലടശ്ശേരി സന്ദേശം നൽകി. സിബി മോഹനൻ ചുളക്കൽ, ജിൻസൺ പടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 50 ഭവനങ്ങളിലേക്ക് സന്ദേശയാത്രയും സ്നേഹസമ്മാനവും വിതരണം ചെയ്തു. NSS പറവൂർ ടൗൺ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻ വ്യവസായ പ്രമുഖനും കരയോഗം മുൻ പ്രസിഡന്റുമായിരുന്ന 102 വയസ്സുള്ള SP നായരെയും ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണി ലീലയെയും ആദരിച്ചു. കരയോഗ ഹാളിൽ നടന്ന ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് V ബാലചന്ദ്രൻ അധ്യക്ഷനായി. SP നായർ, സെക്രട്ടറി അഡ്വക്കേറ്റ് അജയകുമാർ, കരയോഗം വൈസ് പ്രസിഡന്റ് കൃഷ്ണപിള്ള, NSS വനിതാ സമാജം പ്രസിഡന്റ് വത്സല പ്രസന്നകുമാർ, കമ്മിറ്റി അംഗം വിജയകുമാർ എന്നിവർ സംസാരിച്ചു. അണ്ണല്ലൂർ അനുപമ വയോജന ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാലമായി ആദ്യം നമ്മൾ കൊച്ചുമക്കളെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് അന്തോണിച്ചേട്ടൻ എല്ലാവരും ആട്ടി വിളിച്ച് കൊണ്ടുവന്ന് ഒരു സ്കൂൾ വണ്ടി കൂടിയും കിട്ടും. ഇതായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ അവിടേക്ക് എല്ലാവരും സ്നേഹാദരവുള്ളൊരു സ്നേഹ വീടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ CI സുരേന്ദ്രൻ സാറായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് എല്ലാ വാർഡിൽ നിന്നും എല്ലാ മുക്കിന്നും മൂലയിന്നും വിളിച്ചു കൊണ്ടുവരാനും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനും ഏക മനസ്സ് കാണിച്ചുകൊണ്ടിരുന്ന അന്തോണിച്ചേട്ടൻ അതിൽ നിന്ന് നിലനിർത്തിക്കൊണ്ടു പോകാണ്. ആ CI അവിടെ പോയോടുകൂടി അന്ന് തുടങ്ങിയുള്ള വയോജന ക്ലബുകൾക്ക് അവിടെ സ്ഥാനമില്ല. അവിടെ ഒരു മറിയെന്ന് പറഞ്ഞൊരു ചേച്ചി എങ്ങാണ്ടായിരുന്നു. ആളുവിനവിടെ സ്ഥലം കൊടുത്തില്ല. വീട്ടില് സൗകര്യങ്ങളൊന്നും കൊടുക്കാതെ വന്നപ്പോൾ ക്ലബ്ബ് പ്രസിഡന്റ് AO അന്തോണി അധ്യക്ഷത വഹിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് VK ശ്രീധരനെയും മുതിർന്ന അംഗം AO അന്തോണിയെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് മെമ്പർ ജോസ് മാഞ്ഞൂരാൻ, വാർഡ് മെമ്പർ പ്രീജ സലീം, മാള വയോജന ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് ബാബു, KK അജയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. അന്വേഷണം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയിൽ വ്യാപക അഴിമതിയെന്ന് പരാതി. UDF അംഗങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വൈറൽ പനിയായ H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന 54-കാരൻ മരിച്ചു. ശ്രീനാരായണപുരം ശംഖുബസാർ കൈതക്കാട്ട് അനിലാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.